അമേരിക്കയുടെ വിമോചന ദിനം എന്ന് വിശേഷിപ്പിച്ച് ഏപ്രിൽ 2-ന് വൈറ്റ് ഹൗസിലെ റോസ് ഗാർഡനിൽ സംഘടിപ്പിച്ച മേക്ക് അമേരിക്ക എഗെയിൻ വെൽത്തി പരിപാടിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനത്തിന്റെ അലയൊലിയിലാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 10 മുതൽ 50% വരെ തീരുവ ചുമത്തിക്കൊണ്ടുള്ളതായിരുന്നു ആ പ്രഖ്യാപനം. റെസിപ്രോക്കൽ താരിഫ് അഥവാ പ്രതികാര ചുങ്കം എന്ന ഈ അമേരിക്കയുടെ നടപടി ലോകരാജ്യങ്ങളെ വ്യാപാര യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന പ്രതീതിയിലേക്ക് നയിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കരകയറ്റാണെന്ന അവകാശവാദവുമായി പ്രതികാര ചുങ്ക നടപടിയിലേക്ക് ട്രംപ് കടക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഈ തീരുമാനം കടുത്ത രീതിയിലായിരിക്കും ബാധിക്കുക. സഖ്യരാജ്യങ്ങളെയും എതിരാളികളെയും ഒരുപോലെ വെല്ലുവിളിച്ച് അമേരിക്കയുടെ സുവർണകാലം ആരംഭിക്കുകയാണെന്നും അഭിവൃദ്ധിക്കുള്ള സമയമാണെന്നും അവകാശപ്പെട്ടുകൊണ്ടാണ് ട്രംപ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 10 മുതൽ 50% വരെ ഇറക്കുമതി തീരുവ ചുമത്തിയത്. US നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഈടാക്കി മറ്റു രാജ്യങ്ങൾ ദ്രോഹിക്കുന്നുവെന്ന് ട്രംപ് നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിനുള്ള പ്രതികാരമെന്നോണമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. കംബോഡിയ, ബോട്സ്വാന, തായ്ലൻഡ്, ശ്രീലങ്ക, മ്യാൻമർ, ഇറാഖ് എന്നീ രാജ്യങ്ങളാണ് ട്രംപ് ചുമത്തിയ പ്രതികാര ചുങ്കത്തിന്റെ പ്രധാന ഇരകൾ. കംബോഡിയയ്ക്ക് മേൽ 49% ചുങ്കം ചുമത്തിയപ്പോൾ മ്യാൻമറിന് 44%, സിറിയയ്ക്ക് 41%, ശ്രീലങ്കയ്ക്ക് 44%, തായ്ലൻഡ് 36%, ബോട്സ്വാനയ്ക്ക് 37%, ഇറാഖിന് 39% തീരുവ ഉയർത്തിയത്. അമേരിക്കയുടെ ഏറ്റവും വലിയ എതിരാളിയായ ചൈനയ്ക്ക് ചുമത്തിയതാവട്ടെ 34%. ഈ വർഷം ആദ്യം ചൈനയ്ക്ക് മേൽ ചുമത്തിയുള്ള 20%-ന് പുറമെയാണിത്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും 34% അധിക തീരുവ ചുമത്തി ചൈന ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. US കൂട്ടാളിയായ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്കും ട്രംപ് 20% തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ പകരച്ചുങ്ക പ്രഖ്യാപനത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടും ഇതുവരെ പ്രതികരിക്കാത്ത ഇന്ത്യയുടെ നിലപാട് മോദി സർക്കാരിന്റെ അമേരിക്കൻ ദാസ്യത്തിന് അടിവരയിടുന്നുണ്ട്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് മോദി തന്നെ അവകാശപ്പെടുമ്പോഴും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന തീരുവ വർധനയ്ക്കെതിരെ മിണ്ടാനുള്ള ധൈര്യം പോലും പ്രധാനമന്ത്രിക്കില്ലാതായി. 20% ചുങ്കം പ്രതീക്ഷിച്ച് ഇന്ത്യക്കുമേൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് 27% തീരുവയാണ് ട്രംപ് ചുമത്തിയത്. ഇന്ത്യയുമായി വലിയ തോതിൽ വ്യാപാര പങ്കാളിത്തമുള്ള രാജ്യമാണ് US. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പ്രതികാര ചുങ്ക നടപടിയിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് കടുത്ത ആഘാതമാണ് ഉണ്ടാവുക. പഴങ്ങൾ, പച്ചക്കറി, സുഗന്ധവ്യഞ്ജനം, കശുവണ്ടി ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ, ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ, മാംസം, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതിയിലുണ്ടാകുന്ന പ്രതിസന്ധി ഊഹിക്കുന്നതിലും അപ്പുറമാണ്. ഇന്ത്യയുടെ കയറ്റുമതി വലിയ തോതിൽ തകർന്നതായിരിക്കും ഫലം. US വാണിജ്യ വകുപ്പിന്റെ കണക്കുപ്രകാരം $12,900 കോടി വ്യാപാരമാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയുമായി ഉണ്ടായത്. അമേരിക്കയുടെ പുതിയ തീരുമാനത്തിന്റെ ഫലമായി ഇന്ത്യയുടെ കയറ്റുമതിയിൽ ചുരുങ്ങിയത് $1,500 കോടി ഇടിവാണുണ്ടാവുക. കാർഷിക മേഖലയ്ക്കും സമുദ്രോൽപ്പന്ന മേഖലയ്ക്കും ഉണ്ടാകുന്ന തിരിച്ചടി കേരളത്തെയും പ്രതികൂലമായി ബാധിക്കും. 2023-24 വർഷം 21,734 കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത്. ഇതിൽ 1,000 കോടി കേരളത്തിൽ നിന്നായിരുന്നു. കാർഷികോൽപ്പന്ന കയറ്റുമതി 42,635 കോടി രൂപയുടേതും. കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും അധികം വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് US. കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ 400 കോടിയുടെ കാർഷികോൽപ്പന്നങ്ങളാണ് കേരളത്തിൽ നിന്ന് US കയറ്റി അയച്ചത്. പുതിയ തീരുവ പ്രഖ്യാപനത്തോടെ ഇതെല്ലാം നിലയ്ക്കാനാണ് സാധ്യത. അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ അവിടെ പോയി ട്രംപിന്റെയും മസ്കിന്റെയും കാല് പിടിച്ചും മോട്ടോർ വാഹനങ്ങളുടെയും വിസ്കിയുടെയും ഇറക്കുമതി തീരുവ കുറച്ചും മോദി നടത്തിയ ശ്രമങ്ങളെല്ലാം പാഴായതിന്റെ തെളിവ് കൂടിയാണിത്.